മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രം ഏതാണെന്ന ചോദ്യത്തിന് ഒന്നാലോചിക്കാതെ ഉത്തരം പറയുക പ്രയാസമാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും മമ്മൂട്ടി പ്രിയങ്കരനാണ്. പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞ് എന്ന് തന്നെ പറയാം. പ്രായത്തെ വെല്ലുന്ന അഭിനയ മികവാണ് മമ്മൂട്ടി എന്ന നടന് ഓരോ അവാർഡുകളും നേടിക്കൊടുക്കുന്നത്. ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങുമെന്ന് മമ്മൂട്ടി തന്നെ തന്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആ മിനുക്കത്തിന് കോട്ടം തട്ടില്ലെന്ന് മലയാളികൾക്കും അറിയാം. മലയാള സിനിമയിലെ എക്കാലത്തെയും മാസ് കഥാപാത്രങ്ങളിലൊന്നായ കാരക്കാമുറി ഷൺമുഖൻ വീണ്ടും വെള്ളിത്തിരയിലേക്ക്. 2004 പുറത്തിറങ്ങിയ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന ഈ സ്റ്റൈലിഷ് അധോലോക നായകനെ 22 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി വീണ്ടും അവതരിപ്പിക്കുന്നത്. പ്രശസ്ത സംവിധായകൻ രഞ്ജിത്ത് ഒരുക്കുന്ന പുതിയ ചിത്രത്തിലൂടെയാണ് ഈ അപ്രതീക്ഷിത തിരിച്ചുവരവ്. ചിത്രത്തിൽ മമ്മൂട്ടി നായകനായല്ല, മറിച്ചൊരു സുപ്രധാന അതിഥി വേഷത്തിലാണ് ഷൺമുഖനായി എത്തുന്നത്. ഏകദേശം 5 ദിവസത്തെ ചിത്രീകരണമാണ് മമ്മൂട്ടിക്ക് വേണ്ടിയുള്ളത്. തുടരും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ പ്രകാശ് വർമ്മയാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയാണ് ഈ ചിത്രത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുന്നത്. നടി അഭിരാമി ഒരു പ്രധാന വേഷത്തിലെത്തുമ്പോൾ ബാക്കി കഥാപാത്രങ്ങളെ പുതുമുഖങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 2018 മോഹൻലാൽ നായകനായ ഡ്രാമയ്ക്ക് ശേഷം രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന പൂർണ്ണ ദൈർഘ്യ ഫീച്ചർ സിനിമയാണിത്. അടുത്തിടെ MD വാസുദേവൻ നായരുടെ കഥയെ ആസ്പദമാക്കി മമ്മൂട്ടിയെ നായകനാക്കി കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന ലഘുചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആരോ എന്ന ഹ്രസ്വചിത്രവും രഞ്ജിത്തിൻ്റെതായി പുറത്തു വന്നിരുന്നു. അമൽ നീരദ് എന്ന ഛായാഗ്രഹകന്റെ തുടക്കത്തിന് സാക്ഷ്യം വഹിച്ച ബ്ലാക്ക് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ചർച്ചയാകുന്നത് ഷൺമുഖന്റെ ലൊക്കേഷൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ്.